against oppression just as the nature of the tides of respond to the moon. നമ്മളിപ്പം എന്തിനും ആ ഒരു ഇതിൽ പ്രകൃതിയിൽ തന്നെ ആ ടൈഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഒപ്രസ് ചെയ്യുന്നു, മൂണിനെ ഒപ്രസ് ചെയ്യുന്നു, നമ്മുടെ വെയിലേറ്റ് വരക്ക് അങ്ങനെയുള്ള നമ്മുടെ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ പോലും മറ്റതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈവൺ ഒരു കടലിലെ തിരമാലക്ക് പോലും എന്തിനെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സണ്ണിനെയും മൂണിനെയും ഒപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഇത് നടക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ എന്തു ആയിക്കോട്ടെ, എൻ്റെ പ്രീ ഹിസ്റ്ററി എന്തായിക്കോട്ടെ, എൻ്റെ ആൻസിസ്റ്റേഴ്സ് എങ്ങനെയായിക്കോട്ടെ, പക്ഷെ അത് വെച്ചിട്ട് എൻ്റെ ലൈഫിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വാലുവേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ആര് പറയുന്നത്, മായ പറയുന്നത്, പോയറ്റസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചാൻസിൽ പറയുന്നത് ഒരു ഡയറക്റ്റ് റെലവൻ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി അക്യൂസിങ് ആയിട്ടുള്ള ഷീ ഡയറക്റ്റ് ദോസ് ക്വസ്റ്റ്യൻ ടു സൊസൈറ്റി ദാറ്റ് ഹാവ് ടയർ ടു കീപ് ഹെർ ഓപ്രസ്ഡ്. നിങ്ങൾക്ക് എന്നെ ഒപ്രസ് ചെയ്യാനുള്ള എന്ത് ഇതാണ് ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യനാണ് സൊസൈറ്റീനോട് ആര് ചോദിക്കുന്നത്, പോയറ്റസ് ചോദിക്കുന്നത്. ഷീ ആസ്ക് ദം വാണ്ട് ടു സീ ഹെർ ബ്രോക്കൺ ഓപ്രസ്ഡ് ഡിപ്രസ്ഡ് ആൻഡ് ബിറ്റർ. നിങ്ങൾ എന്നെ പണ്ട് അടിച്ചമർത്തിയതെന്ന് പറയുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും ഒപ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബിറ്ററായിട്ടുള്ള ഒരു ലൈഫാണ്, ഏറ്റവും ഇതായിട്ടുള്ള ഒരു ലൈഫായിരുന്നു അവർക്കുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പല ക്വസ്റ്റ്യൻസ് ഷീ നോസ് ദാറ്റ് ദ ഇൻറ്റീഡ് വാട്ട് മെനി പീപ്പിൾ ഇൻ ദ സൊസൈറ്റി വാണ്ടഡ് എന്നുള്ളത് ചോദിക്കുന്നത്. ദേ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ബാക്ക് ഇൻ ദ വുമൺ റൈറ്റ്സ് ഓപ്പറേഷൻ സൊസൈറ്റി ആൻഡ് സക്സീഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ബ്ലാക്ക് വുമണിന് ഔട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് സക്സീഡ് എന്നുള്ളത്, അതായത് ഒരു വുമണിന് എന്ത് ചെയ്യാൻ തന്നെ ആരെയും അടിച്ചമർത്താണ്ട് തന്നെ ആ സൊസൈറ്റിയിൽ ആ വുമണിന് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് നേടാൻ പറ്റും എന്നുള്ളതാണ്. നോൺ ഷീസ് ഡ്രോ അറ്റൻഷൻ ടു ടിൽ വിത്ത് ദ ക്വസ്റ്റ്യൻസ്. അപ്പം അടിച്ചമർത്തപ്പെടാതെ തന്നെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് വർഗത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ആ സൊസൈറ്റിയിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ അവൻ അതിൽ നിന്ന് ഒപ്രസ് ചെയ്തിട്ട് മുന്നേറി വരണം എന്നുള്ളതാണ് ആര് പറയുന്നത്, പോയറ്റസ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റി ഫീൽ ബിറ്റർനെസ് ഓൺ ടു ബ്ലാക്ക് വുമൺ ഫുൾ ഓഫ് പ്രൈഡ് സൈഡ്. The pastor says don't to take with a full her side. Sacrifice way protecting her those who resent in the success. നമ്മൾ ഇവൻ്റെ അതായത് പോയറ്റേഴ്സിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവർ ത്രട്ടൺ ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറഞ്ഞാൽ അവരുടെ ഇതായിട്ടുള്ള ആ ത്രട്ടൻഡ് ചെയ്തതിൻ്റെ ഫലമാണ് അവർക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഈ സക്സസ് എന്ന് പറയുന്നത്. അപ്പം ആ സക്സസ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു സക്സസ് ആണ് അവർക്ക് എന്ത് കൊടുത്തില്ല, സൊസൈറ്റിയിൽ ഇന്നുള്ള ആ ഒരു ഇത് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ വിജയമാണ് എന്ത് സൊസൈറ്റിയിൽ അവർക്ക് ഇതിനെ ഒപ്രസ് ചെയ്യുന്നതിനെ നികത്താൻ പറ്റിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഷീ ക്ലെയിം ഗോൾഡ് മൈൻ ആൻഡ് ദാറ്റ് ലവ് ടു സക്സസ് ഷീ ഹാസ് ഫൗണ്ട്. എൻ്റെ ഇതെന്ന് പറയുന്നത് ഗോൾഡ് മൈൻഡ് ആയിട്ടുള്ള എൻ്റെ വിജയത്തിൽ ഞാൻ ചിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ വറീഡ് ആവണ്ട. പക്ഷെ നിങ്ങൾ വറീഡ് ആവണ്ട, കാരണം ഞാനത് ഞാൻ എന്നെ സ്വയം ഉണ്ടാക്കിയതാണ്. എൻ്റെ ഈ മാറ്റം കണ്ടിട്ട് ഞാൻ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഞാൻ എത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഒപ്രസ് ചെയ്ത് വലുതാക്കുമ്പോഴേ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്നെ പിന്തള്ളപ്പെടുമ്പോഴേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ എന്നെ ഇതാക്കണ്ട, ഞാൻ അതിൽ നിന്ന് മാറ്റം ഉൾക്കൊണ്ടു, എൻ്റെ ഉയർച്ചയിൽ നിങ്ങൾ വറീഡ് ആവണ്ട എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഷീ ലെഫ്റ്റ് സൊസൈറ്റി നോസ് ദാറ്റ് നോ മാറ്റർ വാട്ട് ഡസ്റ്റ് ഓപ്രസ് ഹെർ ടു will not succeeded in the society. No can't prevail against her with words and looks. She proclaimed that society can't prevail against them managed to have killed her because of hatefulness. Claim that it will still like a year. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിങ്ങൾ വന്നിട്ടുള്ള എന്ത് മാറ്റങ്ങളിലായാലും ഞാൻ എന്ത് ചെയ്യും, അതിൽ നിന്നൊരു മാറ്റം ഉൾക്കൊണ്ട് മാറും എന്നുള്ളതാണ്. പ്രിവെയിൽ എഗെയിൻസ്റ്റ് വിത്ത് വേർഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ലുക്സ്. ഷീ പ്രൊക്ലെയിംസ് സൊസൈറ്റി കാൺ പ്രിവെയിൽ. സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ പ്രിവെയിൽ ചെയ്താലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ മാനേജ് ചെയ്തിട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇതാക്കുമ്പോൾ നിങ്ങൾ എന്നെ അടിച്ചമർത്തപ്പെടും, പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ അടിച്ചമർത്തപ്പെടുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിൽ നിന്ന് ഉയരുമ്പോഴും എനിക്ക് നിങ്ങളോട് എന്ത് തന്നെയാണുള്ളത്, ഒരു ഹെയ്റ്റ്ഫുൾനെസ് തന്നെയാണുള്ളത്. ഞാനത് എവിടെ എന്ത് ചെയ്യും, ഇത് ചെയ്യും. അപ്പം ഒരു ക്ലെയിം ദാറ്റ് ഷീ വിൽ സ്റ്റിൽ ലൈക്ക് എയർ. ഞാൻ നിങ്ങളെ പോയറ്റേഴ്സിന് എന്തായിട്ടാണ് ലൈക്ക് എയർ ആയിട്ടാണ്. എന്ത് നിങ്ങൾ എന്നെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഇതാക്കാൻ ശ്രമിച്ചാലും ഞാനൊരു എയർ അതുപോലെ നമ്മൾ സൊസൈറ്റിയിൽ ഞാൻ സ്പ്രെഡ് ആവും, അങ്ങനെയുള്ള ഒരു ഇതാണ് ഇത് കാണിക്കുന്നത്, പോയറ്റസ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്സിനസ് ആൻഡ് ഡാൻസസ് ആയിട്ടുള്ള ഡയമണ്ട് ഇൻ ഹെർ ക്രോച്ച് ടു ആസ്ക് ഇന്റർനേറ്റിംഗ് സ്റ്റിമുലേറ്റഡ്ലി റിവൈഡ് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഓപ്രസീവ് സൊസൈറ്റി. എനിക്ക് എപ്പോഴും നിങ്ങൾ എൻ്റെ സെക്സിനസ് കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഉയർച്ച കണ്ടിട്ട് എൻ്റെ ഡാൻസസ് സൊസൈറ്റിയിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ആവണ്ട,
വറീഡ് ആവേണ്ട, ഒരു ഡയമണ്ട് ലൈക്ക് ദ ക്ലാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഷീ ആസ്ക് ഇൻക്രിമിനേറ്റിംഗ് സൈമിൾട്ടേനിയസ്ലി ആയിട്ടുള്ള ഒരു ക്രെഡിബിൾ സെൽഫ് കോൺഫിഡൻസ് എനിക്ക് എന്തുണ്ട്, എൻ്റെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഒപ്രഷൻ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് ഞാൻ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ വളരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഹിസ്റ്ററി ഓഫ് ഷെയിം എന്ന് പറയുന്നത്, നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുക അല്ലെങ്കിൽ പോയറ്റേഴ്സിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഷെയിംലെസ് ഹിസ്റ്ററി, ഷെയിമായിട്ടുള്ളതാണ്. അവരുടെ ആ ഒന്ന് കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ലേവറിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള അതെന്ന് പറയുന്നത് ഷെയിംഫുൾ ആയിരിക്കാം. പക്ഷേ പാസ്റ്റ് ഈസ് ദ റീസൺ എന്ന് പറയുന്നത്, ആ പാസ്റ്റ് റീസൺ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നെ ഒപ്രസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ടുഡേയിൽ എന്താണ് എന്നുള്ളത് അതെനിക്ക് മാറി വരാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മാറണമെങ്കിൽ അതിൻ്റെ റൂട്ടഡ് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള പെയിൻ എന്താണോ ആ പെയിനിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ മാറിയിട്ടുള്ളത്. ആ കമ്പയർസ് ഓഫ് ഹെർസെൽഫ് ബാക്ക് ഓഷ്യൻ വൈഡ് ഇൻ ലീപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻറ്റെൻറ്റ് ടു ലീവ് ഡീപ് ബിഹൈൻഡ് ഓൾ ദ എഫക്റ്റ് ഓഫ് സ്ലേവറി ആൻഡ് ദ ഹിസ്റ്ററി ഓപ്പറേഷൻ വിത്ത് എയിം ടു റൈസ് അബവ് ഇറ്റ്. എന്തെങ്കിലും പോയിറ്റിൻ്റെ ഒരു റൈസ്നെസ് ആണ്, അതായത് എത്ര വൈറ്റ് മാൻസുകൾ എന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്യും, വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അതെൻ്റെ ഒരു ഞാൻ കവിത എഴുതിയിട്ട് അല്ലെങ്കിൽ മോഡലിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിൽ നിന്നൊക്കെ മാറി ഒരു സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കും. ലീവ് ബിഹൈൻഡ് ടെറർ ആൻഡ് ഫിയർ റൈസ് പെയിൻ ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദാറ്റ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ക്ലിയർ ഒരു സൊസൈറ്റി പുട്ട് ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്. അങ്ങനെ ഞാൻ ഇത് മാറി വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ എന്തായിരിക്കും, എൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കൊണ്ടായിരിക്കാം ഞാനത് മാറി വരുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഈ സ്റ്റിൽ ഐ റൈസ് എന്നുള്ളതിൽ പറയുന്നത്. അപ്പം സ്റ്റിൽ ഐ റൈസ് എന്നുള്ളത് മായ അഗ്ലേലുവിൻ്റെ, അതായത് അമേരിക്കൻ റൈറ്ററാണ്. ആ സമൂഹത്തിൽ അല്ലെങ്കിൽ മായ അനുഭവിച്ചിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരി എന്നുള്ളതിൽ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഏതിൽ കാണിക്കുന്നത്, സ്റ്റിൽ ഐ റൈസ് എന്നുള്ളതിൽ കാണിക്കുന്നത്. ഒരു പോപ്പുലർ പോയമാണ് ഏതെന്ന് പറയുന്നത് സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്നത്. അതായത് എംപവർമെൻറ്റ് ഓഫ് വുമൺ എന്നുള്ളതിൽ ഇറ്റ് കോൾ ആൻഡ് ക്രൈ ടു അലൗ സോഷ്യൽ പ്രെജുഡൈസ് ആയിട്ടുള്ള ഒരു പോയാണ് ഏതെന്ന് പറയുന്നത് സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും എന്നാ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള വെളുത്ത വർഗ്ഗക്കാരനോടുള്ള ഒരു പ്രതികാരം അല്ലെങ്കിൽ അവരോടുള്ള ഒരു വിജയമായിട്ടാണ് എന്ത് കാണിക്കുന്നത്, മായ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ് അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്കുള്ള മാറ്റം എന്നുള്ളത് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കൊണ്ടുവരുന്നത് ഈ സ്റ്റിൽ ഐ റൈസ് എന്നുള്ള പോയത്തിൽ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാസ്കുലിൻ വെർജിൻ എന്നുള്ള പോയമാണ്. മാസ്കുലിൻ വെർജിൻ എന്ന് പറയുന്ന പോയാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ അതിൽ ഉണ്ട്. എന്താണ് വാട്ട് ദ സെൻട്രൽ മായ പോയം സ്റ്റിൽ ഐ റൈസ് എന്നുള്ളത്, അതാണ് മായ അങ്കലേലു എന്നുള്ളത്. പിന്നെ ഇതിൽ അതാ ഇതിലുണ്ട് കേട്ടോ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാസ്കുലിൻ ഓഫ് വെർജിൻ ആണ്. ആരുടേതാണ്? സാറ ജോസഫിൻ്റെതാണ് മാസ്കുലിൻ ഓഫ് വെർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാറ ജോസഫ് എന്നുള്ളതിൽ നമുക്ക് സാറ ജോസഫിനെ അറിയാം. എന്താണ് നമ്മുടെ കേരളായിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ പോയറ്റസിനെ പറഞ്ഞ സാറ ജോസഫാണ്. സാറ ജോസഫ് എന്ന് പറയുന്നത് കോർപ്പസ് ഓഫ് വർക്ക് ഷീ ലിഡ്സ് അൺസ്പോക്കൺ മിസറീസ് ഓഫ് വുമൺ ഹു ഡിസേർവ് ഡിസഡ്വാൻറ്റേജ്. നമ്മുടെ മലയാളി അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളി ആയിട്ടുള്ള ഒരു കവയിത്രിയാണ് ആരെന്ന് പറയുന്നത് സാറ ജോസഫ് എന്ന് പറയുന്നത്. സാറ ജോസഫിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു 21 കളക്ഷൻ സ്റ്റോറീസ് ഓഫ് കളക്ഷൻസിലത്തെ ഒരു പോയം ഇതാണ്. ഇതെന്ന് പറയുന്നത് ദ മാസ്കുലിൻ വെർജിൻ എന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 14 years ആയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് മാസ്കുലിൻ വെർജിൻ എന്നുള്ളത്. അതിലേത്തെ ഒരു ഇതാണ് ഇതെന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ഈ മാസ്കുലിൻ വെർജിൻ എന്ന് പറയുന്നത്. ഷീസ് എ വൺ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് ഫെമിനിസ്റ്റ് റൈറ്ററാണ് ആര് സാറ ജോസഫ് എന്ന് പറയുന്നത്. നമുക്കറിയുന്നതാണ്. ഈ സ്റ്റോറി നമുക്ക് ഇൻഫോം ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ദ സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ ഫോർമലൈസ്ഡ് പവർ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇത് അക്കംപ്ലിഷ്ഡ് ടു ഫാസിനേറ്റിംഗ് ഫീമെയിൽ പേഴ്സണാലിറ്റീസ്. ആ ഫീമെയിൽ പേഴ്സണാലിറ്റീസിനെയും സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് കൺവെൻഷണൽ ആയിട്ടുള്ള മെയിൽ ഡൊമിൻ, അതായത് ഒരു ഫെമിനിസ്റ്റ്
ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് ഇതിലുള്ളത്, മാസ്കുലിൻ എന്ന് പറയുന്ന ഇതിലുള്ളത്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് തന്നെ ഏതാണ്, ഒരു നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ഹോസ്റ്റൽ സിസ്റ്റം, സൊസൈറ്റിയിലെ ഒരു ഹോസ്റ്റൽ സിസ്റ്റത്തിനെയാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. The institution formalized in the power. This is accomplished through the fascination എന്നുള്ളതാണ് ഇത് മാസ്കുലിൻ ഓഫ് വെർജിൻ എന്നുള്ളതിൽ ആര് ഇത് ചെയ്യുന്നത്, സാറ ജോസഫ് ചെയ്യുന്നത്. ഇതിലെന്ന് പറയുന്നതിൽ തന്നെ സ്ട്രോങ് ബിൽഡ് വുമൺ ഇൻ ഓപ്പോസ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻജസ്റ്റിസ്. എല്ലാ സാറ ജോസഫിൻ്റെ ഇതെന്ന് പറയുന്നത് എല്ലാ ഇതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളോട് അതിൻ്റെ റൈറ്റിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതാണ് ആര്, സാറ ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ പോയറ്റസ്. പിന്നെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ സ്റ്റോറി എന്താണ്, ഇതിൻ്റെ സ്റ്റോറി ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഫോർ ഷാഡോവിങ് ഓഫ് ദ ഇംപ്ലിമെൻറ്റിംഗ് ഡിസാസ്റ്റേഴ്സ് ആണ്. ദ സ്റ്റോറി സെറ്റ് ഇൻ എ കൺവെൻഷണൽ ക്രിസ്ത്യൻ ഫാമിലി. ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഫാമിലിയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത് മാസ്കുലിൻ വെർജിൻ എന്ന് പറയുന്നത്. ദ ഫാദർ ഓഫ് എ പോർട്രേഡ് ആണ് ആസ് എ ഗുഡ് മാൻ ആണ്. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നത് ആരാണ്, ഒരു പോർട്രേഡ് ആയിട്ടുള്ള ആളാണ്.